എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ അസറ്റോൺ? അസറ്റോണിൽ പ്രസന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രോക്സിൽ, ആൽക്കോക്സി, കീറ്റോ, ആൽഡിഹൈഡ് ഏതാണ്? കീറ്റോ ആണ് അല്ലെ. അസറ്റോണിലുള്ള ഏതാണ്? കീറ്റോ ഗ്രൂപ്പ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മാച്ച് ദ ഫോളോയിങ് ആണ്. കാറ്റഗറീസ് തന്നിട്ടുണ്ട്. അനാലിസിസ്, ആന്റിപൈററ്റിക്സ്, ആന്റിബോഡീസ്, അതിന്റെ ഫംഗ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പൊ അത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അനാലിസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നതാണ് അനാലിസിസ്. അതായത് പെയിൻ ഇല്ലെ, പെയിൻ റിലീഫിന് വേണ്ടിയാണ് നമ്മൾ അനാലിസിസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് മൂന്നാമത്തെ എന്ന് പറയാം. ഇനി ആന്റിപൈററ്റിക്സ് ബോഡി ടെമ്പറേച്ചർ അല്ലെ, ശരീര താപനില കുറയ്ക്കുന്നതിനാണ് ആന്റിപൈററ്റിക്സ്. അതായത് ഇങ്ങനെ കൊടുക്കാം ഇല്ലേ. ആന്റിബോഡീസ് നമുക്കറിയാം എന്താണ്? മൈക്രോ ഓർഗാനിസംസിന് ഇല്ലേ, അതിന്റെ ഗ്രോത്തിനെ തടയാൻ വേണ്ടിയാണ് നമ്മൾ ആന്റിബോഡീസ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ നോക്കിയാൽ മാസ് ഓഫ് ഫോളോയിങ് എങ്ങനെയാന്ന് നോക്കിയാൽ വന്നിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറഞ്ഞിരിക്കുന്നത് 3 ഇല്ലേ. എ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതിലേക്കാണ്? 3 വരണം. എ എന്ന് പറഞ്ഞിരിക്കുന്ന 3 വന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ വന്നിട്ടുണ്ടല്ലേ. ഇനി ബി ഏതിലേക്കാണ് വരുന്നത്? ബി എന്ന് പറഞ്ഞത് 1ലേക്ക് വരണം. ബിയുടെ കേസ് 1 വരണം. 1 വരുന്നത് ഈ ഒരു കേസ് ഉണ്ട്, പക്ഷെ ഇവിടെ 2 ആണ്. അപ്പൊ 1 വരുന്നത് ഈ കേസ് ആണ് വരുന്നത്. ഇനി സി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 2ലേക്ക് വരണം. സി 2ലേക്ക് വരുന്നത് ഈ കേസ് അല്ല. അപ്പൊ 3 കൂടെ വരുന്ന ഏതാണ്? സി ആണ് കേട്ടോ ഇവിടുത്തെ ആൻസർ. മനസ്സിലായല്ലോ. The next question. An alkane X with 4 carbon atoms and undergo thermal cracking to get the products Y and Z. Choose a correct option. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ 4 കാർബണാറ്റോളാണ്. അതിലെല്ലാത്തിനും 4 കാർബണാറ്റം ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തെർമൽ ക്രാക്കിംഗ് നടക്കുമ്പോൾ ഓർക്കണം എന്താണ്? സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോണം. അതായത് പൂരിതവും അപൂരിതവും ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുക ഏതൊക്കെ വരും നോക്കിയേ. 4 കാർബണാറ്റം സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും എങ്ങനെയാണ്? 4 കാർബണാറ്റം തന്നെ ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ എത്രയാണ്? 3 അല്ലെ. ഇവിടെ 3 എണ്ണോ വരുന്നുള്ളൂ, ഇവിടെ 3 എണ്ണോ വരുന്നുള്ളൂ. അപ്പൊ എന്താണ്? അത് ശരിയാവുമല്ല. അപ്പൊ ഈ 2 എയും ബിയും വരികയില്ല. പിന്നെ സിയിൽ നോക്കിയേ പൂരിതവും അപൂരിതവും പറഞ്ഞ. സിയിൽ നോക്കിയേ 4 കാർബണാറ്റം വരുന്നുണ്ട്, പക്ഷെ 2 എന്താണ്? ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നു. ഡി നോക്കിയേ, ഡി വരാം ഇല്ലേ. പൂരിതം ഉണ്ട്, അപൂരിതം ഉണ്ട്, 4 കാർബണാറ്റം ഇവിടെയുണ്ട്, ഹൈഡ്രജൻ 10 ആണുള്ളത്. ശരിയല്ല. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. എൽ ഷെൽ കണ്ടെയ്ൻസ് എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ്. എൽ ഷെല്ലില് മാക്സിമം 8 ഇലക്ട്രോൺസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൽ ഷെൽ ഹാസ് 5 ഓർബിറ്റൽ. എൽ ഷെല്ലിൽ 5 ഓർബിറ്റൽസ് എന്നും പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ സ്റ്റേറ്റ്മെന്റ്? നമുക്കറിയാം എൽ ഷെല്ലില് 8 ഇലക്ട്രോൺസ്, അത് ഓക്കെയാണ്. എൽ ഷെല്ലിൽ 5 ഓർബിറ്റൽസ് വരുമോ? ഇല്ല. അപ്പൊ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാം? സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. അത് റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് 2 ഈസ് നോട്ട് കറക്റ്റ് അല്ലെ. 2 കറക്റ്റ് അല്ല. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പിന്നെന്താണ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് നോട്ട് കറക്റ്റ് ബട്ട് 2 ഈസ് കറക്റ്റ് എന്ന് പറയുന്നത്. അത് തെറ്റാണ്. 1 ശരിയാണല്ലേ. 1 and 2 ആർ നോട്ട് കറക്റ്റ്. അപ്പൊ അതും അല്ല. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ് ബട്ട് 2 ഈസ് നോട്ട് കറക്റ്റ്. അപ്പൊ പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ 2 എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കാം. An aromatic hydrocarbons has 6 carbon atom. Aromatic hydrocarbons ആണ് പറഞ്ഞിരിക്കുന്നത്. 6 carbon atom ഉണ്ട്, and 6 hydrogen atom ഉണ്ട്. Then draw a structure of compound obtained when a hydrogen atom of this compound is replaced with OH group. Aromatic hydrocarbon എന്ന് പറയുമ്പോൾ 6 carbon atom ഉണ്ട്, 6 hydrogen atom പറയുമ്പോൾ ഏതാണ്? ബെൻസീൻ ആണ് വരുന്നത് അല്ലേ. അവത്തില് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം OH ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പേര് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ബെൻസീനിന്റെ അകത്ത് നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റി വെച്ച് ബാക്കി എല്ലായിടത്തും എന്താണ്? ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അപ്പൊ ഒരു ഹൈഡ്രജനെ മാറ്റി വെച്ച് അവിടെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഒരു OH ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ ഒരു OH ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? ഫീനോൾ ആണ് അല്ലേ. നമ്മൾ പഠിച്ചതാണല്ലേ. OH ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? ഫീനോൾ ആണ്. മനസ്സിലായാലും അതിന്റെ സ്ട്രക്ചറും വരയ്ക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഹൈഡ്രജൻ ഉണ്ട് കേട്ടോ. അത് ഓർത്തിരിക്കുക. ബാക്കി എല്ലായിടത്തും ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ വരയ്ക്കണം കേട്ടോ. എല്ലായിടത്തും ഹൈഡ്രജൻ ഉണ്ട്. അതിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ OH കൊടുത്തു. അപ്പൊ എന്താണ് കിട്ടുന്നത്? ഫീനോൾ ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത നോക്കിയേ. വാട്ട് ഈസ് മീൻ ബൈ കമ്പസ്റ്റൻ? കമ്പസ്റ്റൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഓക്സിജൻ ഇല്ലേ. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു. ഹൈഡ്രോ കാർബൺ കത്തുമ്പോൾ ഓക്സിജനുമായിട്ട് ഹൈഡ്രോ കാർബൺ ബേൺ ചെയ്യും അല്ലേ. ഒരു ഹൈഡ്രോ കാർബൺ ബേൺ ചെയ്യും, ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട്
എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്ന പ്രവർത്തനം. അതോടൊപ്പം ഹീറ്റും ലൈറ്റും ഉണ്ട്. അതിനെയാണ് നമ്മൾ കമ്പസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡെഫിനിഷൻ എഴുതുക. പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ എയറിൽ ബേൺ ചെയ്യുന്നുണ്ട്, എക്സും വൈയും ഉണ്ടാകുന്നുണ്ട്. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? C4 അല്ലെ, C4H10 ആണ് ബ്യൂട്ടൈൻ അല്ലെ. ഓക്സിജനുമായിട്ട് അല്ലെ, ബേൺസിന്റെ എയറിന് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ജലവും ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കൂടുതൽ എന്താണ്? ഹീറ്റും ഇല്ലേ, ഹീറ്റും ലൈറ്റും ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പസ്റ്റ് എന്ന് പറഞ്ഞു. ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാം കേട്ടോ. ഇവിടെ കാർബൺ 4 ഇവിടെ 1 ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 8 വരും. പിന്നെ ഹൈഡ്രജൻ ഇവിടെ എത്രയാണ്? 20 ഉണ്ട് അല്ലേ. ഇവിടെ ഹൈഡ്രജൻ 2 ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ 10 കൊടുത്തു. ഇവിടെ എത്രയാണ്? ഓക്സിജൻ 16, 16 10 26 വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു 13 കൊടുത്തു. ഇക്വേഷൻ. അപ്പൊ ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ടറും ആണ് കേട്ടോ. എക്സ് കാർബൺ ഡൈ ഓക്സൈഡ്, വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് വാട്ടറും ആണ്. ഞാൻ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് എഴുതിയെന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് ആൻസർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വെൻ ഹൈഡ്രോകാർബൺസ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഇൻ എയർ gives carbon dioxide and water along with the heat and light. This is known as combustion. കമ്പസ്റ്റന്റെ ജ്വലനം എന്താന്ന് പറയാ. പിന്നെ എക്സ് ആൻഡ് വൈ പറയുന്നുണ്ട്. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് വാട്ടറും ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അതും കൂടെ എഴുതിയിട്ടോട്ടെ. എക്സ് കാർബൺ ഡൈ ഓക്സൈഡും വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് വാട്ടറും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൊപ്പൈൻ ആണ്. 1 ഹൈഡ്രജൻ മീൻസ് റീപ്ലേസ്ഡ് വിത്ത് ആൻ OH ഗ്രൂപ്പ്. പ്രൊപ്പൈൻ എന്ന് വരുമ്പോൾ എത്രയാണ്? 3 കാർബൺ ആറ്റം വരുന്നത്. അതായത് CH3 CH2 CH. പ്രൊപ്പൈൻ ആവത്തില്ല. ഒരു ഹൈഡ്രജനെ നമ്മളിവിടെ റീപ്ലേസ് ചെയ്തു. ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു OH ഗ്രൂപ്പ് കൊണ്ടുവരുവാന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ വരും? CH3 CH2 പിന്നെ എന്തോരും CH വരും. പിന്നെ എന്തുകൊണ്ടുണ്ട്? OH ഗ്രൂപ്പ്, ഒരു OH ഗ്രൂപ്പ് കൊണ്ടുവരുവാന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. then what is its IUPAC name? IUPAC name എന്താണ് ഇവിടെ വരുന്നത്? പ്രൊപ്പൻ അല്ലെ. 3 കാർബണാറ്റ് അതിന്റെ പ്രൊപ്പൻ 1L അല്ലേ വരുന്നത്. അപ്പൊ പ്രൊപ്പൻ 1 എന്ന് എഴുതാം. ഇനി ഇത് വേറെ രീതിയിലും വേണമെങ്കിൽ എഴുതാൻ കേട്ടോ. അതായത് CH3 CH2 CH3 എന്നല്ല വന്നിരിക്കുന്നത്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് CH3 ഇവിടുത്തെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഇവിടുന്ന് ഒരു ഹൈഡ്രജനെ മാറ്റാം. അവിടെ വേണമെന്നുണ്ടെങ്കിൽ OH ഗ്രൂപ്പ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ പ്രൊപ്പൻ 2 എന്ന് വരും കേട്ടോ. പ്രൊപ്പൻ 2 എന്ന് വരും. മനസ്സിലായല്ലോ? ആൻസർ ഇവിടെ നോക്കട്ടോ. പ്രൊപ്പൻ 1 ഒന്നെങ്കിൽ പ്രൊപ്പൻ 1 ഇവിടെ കൊടുത്തു ഒരു OH ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തു. അപ്പം പ്രൊപ്പൻ 2 ഏതെങ്കിലും എഴുതിയാൽ മതി. അടുത്ത നോക്കുക. 1 molecule of an aliphatic organic compound has 6 carbon atom. കേട്ടോ, അത് ആലിഫാറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. 6 കാർബൺ ആറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഐഡന്റിഫൈഡ് ആസ് എ സാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ്. അതൊരു കാർബോക്സിലിക് ആസിഡ് ആണ് പറഞ്ഞിട്ടുണ്ട്. പൂരിത കാർബോക്സിലിക് ആസിഡ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സമയത്തിന്റെ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആലിഫാറ്റിക് കോമ്പൗണ്ട് ആണ്, ലോങ് ചെയിൻ ആണ് വരുന്നത്. 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ 6 കാർബൺ ആറ്റം എഴുതുക. 1 2 3 4 5 6 അല്ലെ. 6 കാർബൺ ആറ്റം വരയ്ക്കാം. ദെൻ ബാക്കി എന്താണ്? പിന്നെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ CH3 അല്ലെ. ഇവിടെ CH3 വരും. പിന്നെ ഏതാണ്? ഇവിടെ ഇപ്പൊ CH2, ഇവിടെ CH2 ആണ് വരുന്നത്. ഇവിടെയും CH2 വരും. ഇവിടെയും CH2 വരും. ഇവിടെയും CH2 ആണ്. പിന്നെ കാർബോക്സിലിക് ആസിഡ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരാം? COH എന്ന് കൊടുക്കാം. ക്ലിയർ ആയാലോ? 1 2 3 4 5 6 6 കാർബണാറ്റായി അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ കുടുംബത്തിൽപ്പെട്ട 5 കാർബണാറ്റുള്ള സംയുക്തത്തിന് IUPAC നാമം. അതായത് ഈ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആ കുടുംബം ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ വരുന്ന 5 കാർബണാറ്റം ഉള്ളതിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇതെന്ത് വരും? ഹെക്സനോയിക് ആസിഡ്. 6 കാർബണാറ്റം ഉള്ളതിനെ ഹെക്സനോയിക് ആസിഡ് എന്ന് പറയും. അപ്പൊ 5 കാർബണാറ്റം ഉള്ളതിനെ നമുക്ക് എന്ത് പറയാം? പെന്റനോയിക് ആസിഡ് എന്ന് പറയാം അല്ലെ. 5 കാർബണാറ്റം എന്ന് പറയുമ്പോൾ പെന്റനോയിക് അല്ലെ. പെന്റനോയിക് ആസിഡ് എന്ന് പേര് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട്സ്. 2 കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഡ്രൈ ബ്രോമോ പ്രൊപ്പൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊപ്പൈൻ ആണ്. പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? 3 കാർബൺ ആറ്റം ഇല്ലേ. പ്രൊപ്പൈൻ എന്ന് വരുമ്പോൾ ഓർത്തിരിക്കുക 3 കാർബൺ ആറ്റം ആണ് വരുന്നത്. ഇനി 2 ഡൈബ്രോമോ 2ലാണ് അല്ലെ. 2 എന്താണ്? ഡൈബ്രോമോ ആണ്. അപ്പൊ 2 ഇല്ലേ. 2 ഹാലോ ഗ്രൂപ്പ്, അതായത് ബ്രോമിൻ ഇവിടെ ഉണ്ട്. മനസ്സിലായല്ലോ? ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ CH3 വരും. ഇവിടെ ഓൾറെഡി 4 എണ്ണമായി. പിന്നെ ഇതാണ് ഇവിടെ CH3 കൂടെ വരും. മനസ്സിലായല്ലോ? അടുത്ത ഏതാണ്? പ്രൊപ്പൈൻ ആണ് അല്ലെ. പ്രൊപ്പൈൻ YNE ആണ് വന്നിരിക്കുന്നത് അല്ലെ. പ്രൊപ്പ ആകുമ്പോഴാണ് 3 കാർബൺ ആറ്റം ഇല്ലെ. 3
3 കാർബൺ ആറ്റം ഉണ്ട്. പ്രൊപ്പൈൻ ആണ്. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് വരും. ഇവിടെ നമുക്ക് ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ CH വരും. ദെൻ ഇവിടെ 4 ആയി. പിന്നെ എന്താണ് ഇവിടെ CH3 വരും. CH ട്രിപ്പിൾ ബോണ്ട് CH3 പ്രൊപ്പൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 ethane molecule is allowed to react with 2 chlorine molecule. 1 ethane molecule 2 chlorine molecule ആയിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ട്രക്ചറൽ ഫോമിൽ അത് പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു ഈഥൈൻ ആണ് കേട്ടോ. ഈഥൈൻ വരുമ്പോൾ നമുക്ക് എങ്ങനെയാ എഴുതുന്നത്? CH ട്രിപ്പിൾ ബോണ്ട് അല്ലെ, CH ട്രിപ്പിൾ ബോണ്ട് CH. അതെങ്ങനെയാണ്? 2 ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ ആദ്യമേ നമുക്ക് 1 ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന എഴുതാം. അപ്പൊ അങ്ങനെ എഴുതാം. എന്താണ് നമുക്ക് കിട്ടുന്നത്? CHCl അല്ലെ. ഒരെണ്ണം ഇങ്ങോട്ട് വരും CHCl. വേണ്ടത് ഡബിൾ ബോണ്ട് ആവും CHCl. മനസ്സിലാവുന്നുണ്ട്? പിന്നെ ഇത് ഇല്ലേ, ഇത് പിന്നെ എന്താണ്? പിന്നെ ഒരു ക്ലോറിനുമായിട്ട്, അതായത് CHCl ഡബിൾ ബോണ്ട് CHCl. അത് പിന്നെ എന്താണ്? ഒരു ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ? പിന്നെ അടുത്ത ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? CHCl2 അല്ലേ. സിംഗിൾ ബോണ്ട് CHCl2. ഇതാണല്ലോ ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റ് ഏതാണ്? CHCl2. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഓവറോൾ ആയിട്ട് എങ്ങനെ എഴുതാൻ സാധിക്കും? അതായത് C2 ഇതെന്ന് വരുമ്പോൾ C2H2 അല്ലെ. C2H2 ആണ്. അത് 2 ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? C2 2 കാർബൺ ആറ്റം, ഹൈഡ്രജൻ എത്രയാണ്? 2 ആണ്. പിന്നെ ക്ലോറിൻ 4 ഇല്ലേ. C2H2Cl4 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2 അല്ലെ, 2 കാർബൺ അവിടെ വന്നിട്ടുണ്ട്. ദെൻ പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജനും വരും. ദെൻ പിന്നെ ഇവിടെ ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിനും വരും, ഇവിടെ ഒരു ക്ലോറിനും വരും അല്ലെ. അപ്പൊ CHCl2 ആയി സിംഗിൾ ബോണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. ഇവിടെ എന്താണ്? ഇവിടെ ഒരു Cl വരും, ഇവിടെ ഒരു Cl വരും. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? അപ്പം ഇങ്ങനെയാണ് അതിന്റെ ഘടനാവാക്യം വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ലഭിക്കുന്ന ഉൽപ്പന്നത്തിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നോക്കുക. അപ്പൊ ഇതിന്റെ പേരെന്താ വരുന്നത്? 1-ലാണല്ലേ ക്ലോറിൻ വന്നിട്ടുള്ളത്. അപ്പം 1 അല്ലെ, 1-ല് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ 1-1. അതുപോലെ 2-ലും വന്നിട്ടുണ്ട് 1-1-2-2 ഇല്ലേ. 1-1-2-2 4 ക്ലോറിന ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ടെട്ര എന്ന് പറയും അല്ലെ. 1-1-2-2 ടെട്രാ ക്ലോറോ അല്ലെ. ടെട്രാ ക്ലോറോ ഈഥേൻ അല്ലെ. ടെട്രാ ക്ലോറോ ഈഥേൻ എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സാച്ചുറേറ്റഡ് ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺ മോളിക്യൂൾ കണ്ടെയ്ൻ ടോട്ടൽ ഓഫ് 7 കാർബൺ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദർ ഇസ് എ മീഥൈൽ ഗ്രൂപ്പിന്റെ ബ്രാഞ്ച് സെക്കൻഡ് കാർബൺ ആറ്റം. ആ മെയിൻ ചെയിന്റെ സെക്കൻഡ് കാർബൺ ആറ്റം ഒരു മീഥൈൽ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ 7 കാർബൺ ആറ്റം. അതിൽ ഒരെണ്ണത്തിൽ എന്താണ് മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ് ഒരു കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ. അപ്പൊ എത്ര നമുക്ക് വരയ്ക്കണം? ഇവിടെ 6 എണ്ണം വരച്ചാൽ മതി അല്ലേ. 6 കാർബൺ ആറ്റം നമ്മൾ കൊടുക്കുക. ഒരെണ്ണം എന്താണ്? ഒരെണ്ണത്തിൽ മീഥൈൽ ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെക്കൻഡിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടലാണ് 7 എണ്ണം വരുന്നത്. ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക അല്ലെ. ഇവിടെ CH3 വരും. ദെൻ ഇവിടെ എന്താണ്? ഇവിടെ CH വരും. ദെൻ ഇവിടെ CH2, ഇവിടെയും CH2, ഇവിടെയും CH2, CH3. 1 2 3 4 5 6 കാർബൺ ആറ്റം വന്നു. പിന്നെ ടോട്ടൽ 7 എണ്ണം. ഇത് കൂടെ കൂട്ടി 7 എണ്ണമാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പേരെന്താണ് വരുന്നത്? പേരെന്ത് വരും? രണ്ടാമത്തെ ഇതിലല്ല. അപ്പൊ 2 മീഥൈൽ അല്ലെ. 2 മീഥൈൽ ഹെക്സൈൻ അല്ലെ. 2 മീഥൈൽ ഹെക്സൈൻ എന്നാണ് ഇതിന്റെ പേര്. അടുത്ത നോക്കിയേ. എ പോളിമർ ഈസ് യൂസ്ഡ് ടു കോട്ട് ദി ഇന്നർ സൈഡ് ഓഫ് കുക്ക്വേഴ്സ്. അതായത് കോമൺ നെയിം ആൻഡ് IUPAC നെയിം ഓഫ് ദി പോളിമർ. പാചകപാത്രങ്ങൾ ഉൾവശം പൂശാൻ ഒരു പോളിമർ ഉപയോഗിക്കുന്നത്. അതിന്റെ സാധാരണ നാമവും IUPAC നെയിം. സാധാരണ നാമം എന്താണ്? ടെഫ്ലോൺ അല്ലെ. ടെഫ്ലോൺ എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ IUPAC നെയിം എന്താണ്? പോളി ടെട്രാ ഫ്ലൂറോ ഈഥേൻ അല്ലെ. IUPAC നെയിം എന്ന് പറഞ്ഞിരിക്കുന്ന പോളി ടെട്രാ ഫ്ലൂറോ ഇല്ലേ. ഫ്ലൂറോ ഈഥീൻ കേട്ടോ. പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ എന്നാണ് അതിന്റെ IUPAC നെയിം. 11ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ബി പാർട്ട് ആണ് കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നൈലോൺ 66 ഈസ് വെരി പവർഫുൾ പോളിമർ ആണ്, യൂസ്ഫുൾ പോളിമർ ആണ്. വാട്ട് ആർ ദ മോണോമേഴ്സ് ഓഫ് നൈലോൺ 66? റൈറ്റ് എനി വൺ യൂസ് ഓഫ് നൈലോൺ 66. നൈലോൺ 66ന്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് കേട്ടോ. എന്താണ് മോണോമർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? യൂസും ഏതെങ്കിലും ഒരു യൂസും. അപ്പൊ മോണോമർ ഏതൊക്കെയാണ്? അഡിപ്പിക് ആസിഡ് അല്ലേ. അഡിപ്പിക് ആസിഡും പിന്നെ ഏതാണ്? ഹെക്സാ മെഥിലിൻ ഡയമീനും കേട്ടോ. അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാ കേട്ടോ. ഹെക്സാ മെഥിലിൻ ഡയമീൻ കേട്ടോ.
എക്സാമിനും ഡൈമിനും കൂടെ ചേർന്നാണ് നൈലോൺ 66. അതിന്റെ യൂസസ്, എന്തായാലും യൂസസ് നമ്മൾ പറഞ്ഞ മാനുഫാക്ചർ ഓഫ് ഫാബ്രിക്സ് ഇല്ലേ, ഫാബ്രിക്സിന്റെ നിർമ്മാണം കേട്ടോ, മാനുഫാക്ചർ ഓഫ് ഫാബ്രിക്സ്. പിന്നെ എന്താണ് കോംസ് ഇല്ലേ, കോമ്പുണ്ട്. പിന്നെ എന്താണ് ബ്രിസിൽസ് ഉണ്ടല്ലോ, ബ്രഷിന്റെ ഒക്കെ ബ്രിസിൽസ്. എന്തായാലും ഏതെങ്കിലും ഒരു യൂസസ് എഴുതാനാണ് ബ്രിസിൽസ് ഓഫ് ബ്രഷ് കേട്ടോ, ഏതെങ്കിലും ഒരു യൂസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മാനുഫാക്ചർ കേട്ടോ, മാനുഫാക്ചർ ഓഫ് ഫാബ്രിക്സ്, കോംസ് അവയുടെയൊക്കെ നിർമ്മാണം. അടുത്ത ക്വസ്റ്റ്യൻ 12th 1 നോക്കിയേ. ഇവിടെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട് അല്ലെ, സ്ട്രക്ചർ തന്നിട്ടുണ്ട്. എന്താണ്? റൈറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിനിലെ കാർബൺ ആറ്റംസിന്റെ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. നേരെ നോക്കിയേ 1 2 3 4, നേരെ നോക്കുമ്പോൾ 4 ഉള്ളു വരത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇതാ നോക്കിയേ, ഈ ഒരു ഇതിലേക്ക് 1 2 3 4 ഇങ്ങനെയും പോയാൽ 4 വരും. ഇതാ ഇങ്ങനെ നോക്കിയേ 1 2 3 4 5 ഇല്ല, ഇങ്ങനെ വന്നാൽ 5 വരും. തിരിച്ചു വന്നാലോ 1 2 3 3 വരുന്നത്. അപ്പൊ ഏതാണ് ലോങ്സ്റ്റ് ചെയിൻ? നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ, 1 2 3 4 5 ഈ രീതിയിൽ നമുക്ക് എടുക്കാം. മനസ്സിലായല്ലോ? അപ്പം എത്ര കാർബൺ ആറ്റം വരുന്നുണ്ട്? 5 ഇല്ല, 5 കാർബൺ ആറ്റം വരുന്നുണ്ട്. വാട്ട് ഇസ് ദ പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ടു വിച്ച് മീഥൈൽ ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ്? മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ ഏതാണ്? 3L വരുന്നത്. 3L ആണ് മീഥൈൽ ഗ്രൂപ്പ് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ, 3L മീഥൈൽ ഗ്രൂപ്പ്. 2 മീഥൈൽ ഗ്രൂപ്പ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ടിന്റെ IUPAC നെയിം. 3L 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഡൈമീഥൈൽ അല്ലെ, 3 ഡൈമീഥൈൽ 5 കാർബൺ ആറ്റമാണ്. അതുകൊണ്ട് ഏതാണ് വരുന്നത്? പെന്റൈൻ അല്ലെ, പെന്റൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കോമ്പൗണ്ട് കേട്ടോ, ഒരു കോമ്പൗണ്ട് എടുത്തതിന്റെ ആദ്യത്തെ കോമ്പൗണ്ട് CH3CHO ആണ് വന്നിരിക്കുന്നത്. അതർ കോമ്പൗണ്ട് CH3CH2CHO. അത് മെമ്പേഴ്സ് ഓഫ് എ ഹോമോലോഗസ് സീരീസ് എന്നാണ് പറഞ്ഞത്. ഹോമോലോഗസ് സീരീസിലെ അംഗങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ നെയിംസ് ഓഫ് ഫാമിലി ടു വിച്ച് ദീസ് കോമ്പൗണ്ട്സ് ബിലോങ്. അപ്പം ഈ കോമ്പൗണ്ട്സ് ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് വരുന്നത്? CHO ആണ് വന്നത് അല്ലെ. CHO എന്ന് പറയുമ്പോൾ ഏതൊരു ആൽഡിഹൈഡ് അല്ലെ, ആൽഡിഹൈഡിലാണ് ഇത് വരുന്നത്, ആൽഡിഹൈഡ്സ്. Then write the IUPAC name of these compounds. ഈ കോമ്പൗണ്ട്സിന്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? അപ്പൊ ആദ്യത്തെ പേരെന്തായാലും പറഞ്ഞത് എഥനാൽ എന്ന് വരും അല്ലെ, എഥനാൽ എന്ന് വരും. രണ്ടാമത്തെ പേരെന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ പേര് 3 കാർബൺ ആറ്റം ഉണ്ടല്ലോ, അപ്പൊ പ്രൊപ്പനാൽ അല്ലെ, പ്രൊപ്പനാൽ. എഥനാള്, പ്രൊപ്പനാള്. ഇനി സി പാർട്ട് എന്താണ്? ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് എ കോമ്പൗണ്ട് ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല ഓഫ് കോമ്പൗണ്ട് 2. ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിൽ അതിന്റെ സെയിം മോളിക്കുലർ ഫോർമുല വരുന്ന ഒരു കോമ്പൗണ്ട് ഹാവിംഗ് അനദർ ഫങ്ഷണൽ ഗ്രൂപ്പ്, വേറെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന എന്താണ് വേറൊരു കോമ്പൗണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സെയിം മോളിക്കുലർ ഫോർമുല ഉണ്ട്. സെയിം മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? C3 അല്ലെ, C3 ഹൈഡ്രജൻ 5 1 6 വരും, O വരും. C3H6O വരുന്ന മോളിക്കുലർ ഫോർമുല ഉള്ള വേറൊരു കോമ്പൗണ്ട് എഴുതാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഏത് കോമ്പൗണ്ട് എഴുതാം? വേറൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം ഇല്ല, വേറൊരു ഫങ്ഷൻ ഗ്രൂപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാലോ CH3 ആൽഡിഹൈഡ് ആണല്ലോ. ആൽഡിഹൈഡ് വരുമ്പോൾ നമുക്കറിയാം CO അല്ലെ, കീറ്റോ വരുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. CO CH3 എഴുതാം. മനസ്സിലായല്ലോ? Next question. Pentane 2-on and pentane 3-on are pairs of isomers. Write the structural formula of these compounds. By compounds in the സ്ട്രക്ചർ ഫോർമുല ഓൺ ആണ്. അപ്പൊ കീറ്റോൺസ് ആണ് വരണത് അല്ലെ. അപ്പൊ എന്ത് വരാ? പെന്റൻ ആണ്, 5 കാർബൺ ആറ്റം വരണം. അപ്പം CH3 പെന്റൻ 2 ഓൺ. അപ്പൊ ഇവിടെ CO ഇവിടെ കൊടുക്കാം. CO രണ്ടാമത് കൊടുത്തു. ദെൻ CH2 CH3 പെന്റൻ 2 ഓൺ ആയല്ലോ. ഇനി പെന്റൻ 3 ഓൺ വരുവാണെങ്കിൽ ഇങ്ങനെ വരും. CH3 ഇവിടെ CH2 വരും, പിന്നെ CO ഇവിടെ വരും മൂന്നാമത്തേല്. CO പിന്നെ CH2 CH3. മനസ്സിലായല്ലോ? ഇനി ടു വിച്ച് ഫാമിലി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡു ദേ ബിലോങ്? ഏത് ഫാമിലിയിലാണ് വരുന്നത്? കീറ്റോൺസിലാണ് വരുന്നത് അല്ലെ, കീറ്റോൺസിലാണ് വരുന്നത്. ഇനി റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് വിച്ച് ഹാസ് ദ സെയിം മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ബട്ട് ബിലോങ് ടു അനദർ ഫാമിലി. സെയിം മോളിക്കുലർ ഫോർമുല വരണം, പക്ഷെ അനദർ ഫാമിലിയിൽ വരണം. സെയിം മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? മോളിക്കുലർ ഫോർമുല ഇതിനകത്ത് വരും C5 5 കാർബൺ ആറ്റമാണ്. ഹൈഡ്രജൻ ഇവിടെ 10 വരും, C5H10. അപ്പൊ സെയിം മോളിക്കുലർ ഫോർമുല വരണം, പക്ഷെ അനദർ ഫാമിലിയിൽ വരണം ഇല്ല. അനദർ ഫാമിലി വരണമെങ്കിൽ നമുക്കറിയാം ആൽഡിഹൈഡ് നമുക്ക് എഴുതാലോ. സെയിം മോളിക്കുലർ ഫോർമുല 5 കാർബൺ ആറ്റം വരും ഇല്ലേ. അപ്പൊ നമുക്ക് എഴുതാലോ CH3 CH2
പിന്നെ എഴുതാം 5 കാർബണാറ്റാണ്. അപ്പൊ 3 എണ്ണമായി CH2 CH2 CHO അല്ലെ എഴുതാലോ. അപ്പൊ 5 കാർബണാറ്റായി. അനദർ മോളിക്കുലർ ഫോർമുല ചെയ്യുന്നില്ല, ഹൈഡ്രജൻ 10 ഓക്സിജനും വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റാർട്ടിംഗ് ഫ്രം കാർബൺ മോണോക്സൈഡ് ഹൗ വിൽ യു പ്രിപ്പയർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ട് മെഥനോളും മെഥനോയിക് ആസിഡും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാർബൺ മോണോക്സൈഡിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്താണ്, കാർബൺ മോണോക്സൈഡിന്റെ കൂട്ടത്തിൽ ഹൈഡ്രജനും കൂടെ അല്ലെ, ഹൈഡ്രജനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മെഥനോൾ കിട്ടും ഇല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ മെഥനോൾ. അതായത് ഇക്വേഷൻ നമുക്കറിയാലോ, CO ഇല്ലേ, നമ്മളിപ്പോ കണ്ടു CO + H2 എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, CH3OH മെഥനോൾ കിട്ടും അല്ലെ, CH3OH കിട്ടും. അപ്പൊ അത് മനസ്സിലായി ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്, എഥനോയിക് ആസിഡ് കിട്ടണമില്ലേ. അതായത് കാർബൺ മോണോക്സൈഡ് പിന്നെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യണം, കാർബൺ മോണോക്സൈഡ് നമുക്ക് മെഥനോളുമായിട്ട് റിയാക്ട് ചെയ്യണം. മെഥനോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിവിടെ എഴുതി, അതായത് CH3OH ഇല്ലേ, CH3OH റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എഥനോയിക് ആസിഡ് ഇല്ലേ. കാർബൺ മോണോക്സൈഡ് മെഥനോളും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എഥനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ CH3COH നമുക്കവിടെ കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ അതാണ് റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് 2. അതായത് എഥനോയിക് ആസിഡ് ഉണ്ടാകുന്നതിന്റെ എന്താണ് കെമിക്കൽ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ കാർബൺ മോണോക്സൈഡ് മെഥനോളും ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് കൊണ്ട്, ഇവിടെ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് കൊണ്ട് കേട്ടോ, കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എഥനോയിക് ആസിഡ് കിട്ടുന്നത്. മനസ്സിലായല്ലോ. ആൻസർ കേട്ടോ. ബൈ ട്രീറ്റിംഗ് കാർബൺ മോണോക്സൈഡ് വിത്ത് ഹൈഡ്രജൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ആണ്. ബൈ ട്രീറ്റിംഗ് മെഥനോൾ വിത്ത് കാർബൺ മോണോക്സൈഡ് അപ്പൊ നമുക്ക് എന്താണ് എഥനോയിക് ആസിഡ് കിട്ടും. അതിന്റെ റിയാക്ഷൻ രണ്ടാമത്തെ റിയാക്ഷനും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. When ethyl alcohol is treated with a carboxylic acid in presence of concentrated sulfuric acid, a compound having the smell of pineapple is obtained. What is the general name of the product obtained? എന്താണ് ക്വസ്റ്റ്യൻ. ഈഥൈൽ ആൽക്കഹോളിന് ഒരു കാർബോക്സിലിക് ആസിഡുമായിട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ സാന്നിധ്യത്തിൽ റിയാക്ട് ചെയ്തപ്പോൾ എന്താണ്, കൈതച്ചക്കയുടെ മണമുള്ള ഒരു സംയുക്തം ലഭിച്ചു. കൈതച്ചക്കയുടെ മണമുള്ള സംയുക്തം എന്ന് പറയുമ്പോൾ അത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്, അതിന്റെ ജനറൽ ഫോം ഏതാണ്, എസ്റ്റേഴ്സിൽ പെടുന്നതാണ് അല്ലെ. അപ്പൊ വാട്ട് ഈസ് ദ ജനറൽ നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ജനറൽ നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്, എസ്റ്റർ ആണ് അല്ലെ, എസ്റ്റേഴ്സിൽ പെടുന്നതാണ്. ക്ലിയർ ആയല്ലോ. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് ദിസ് പ്രൊഡക്റ്റ്. അപ്പം പൈനാപ്പിളിന്റെ സ്മെല്ലുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൈനാപ്പിളിന്റെ സ്മെല്ലുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്, ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ്. പ്രത്യേകം ഓർത്താണ് കേട്ടോ. പൈനാപ്പിളിന്റെ സ്മെല്ല് എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ്, ഈഥൈൽ കേട്ടോ, ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ് കേട്ടോ, ബ്യൂട്ടനോയേറ്റ് ആണ് പൈനാപ്പിളിന്റെ സ്മെല്ലുള്ള പ്രൊഡക്റ്റ്. അപ്പൊ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എസ്റ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും വരണം. അപ്പൊ ഇവിടുത്തെ കാർബോക്സിലിക് ആസിഡ് ഏതാണ്, ഈഥൈൽ ബ്യൂട്ടനേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാർബോക്സിലിക് ആസിഡ് ഏതായിരിക്കും, ബ്യൂട്ടനോയിക് ആസിഡ് ആയിരിക്കും അല്ല, ബ്യൂട്ടനോയിക് ആസിഡ് ആയിരിക്കും അവിടുത്തെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം, ബ്യൂട്ടനോയിക് ആസിഡ്, അതായത് ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റം വരും, CH3 CH2 CH2 COH ഇല്ലേ. അപ്പൊ ഒരു കാർബോക്സിലിക് ആസിഡ് ആയി. പിന്നെന്താണ്, ഈഥൈൽ ആൽക്കഹോൾ ഇല്ലേ, അതായത് അവിടുത്തെ ആൽക്കഹോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈഥൈൽ ബ്യൂട്ടനേറ്റിന്റെ കാർബോക്സിലിക് ആസിഡ് ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. അവിടുത്തെ ആൽക്കഹോൾ ഏതാണ്, ഈഥൈൽ ആൽക്കഹോൾ ആണ്. അപ്പൊ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, ഞാൻ എന്താ ഇങ്ങനെ എഴുതുവാണ് കേട്ടോ, OH CH2 CH3 എന്ന് എഴുതോട്ടെ, അതായത് CH3 CH2OH. അപ്പൊ നമുക്കറിയാം എന്താ ഇവിടെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ആയിട്ട് പോകുന്നുണ്ട് അല്ലേ, വാട്ടർ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ബാക്കി ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാണ്, ഈഥൈൽ ബ്യൂട്ടനേറ്റ് ആണ് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്. അപ്പൊ ഇതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഗാഢ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലാണ് അത് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് നോക്കിയേ, CH3 CH2 പിന്നെ ഏതാണ്, CH2 പിന്നെ CO, എസ്റ്റർ വരുമ്പോൾ നമുക്കറിയാം CO ആണ്. പിന്നെ എന്താണ്, CH2 CH3. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ CH3 CH2 CO CH2 CH3 ഇതേതാണ്, ഇതിന്റെ പേരാണ് ഈഥൈൽ ബ്യൂട്ടനേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ പിന്നെ എന്താണ്, വാട്ടറും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഇക്വേഷൻ.
മനസ്സിലാവുന്നുണ്ട്? അപ്പം ഓരോ എസ്റ്റർ ആകുമ്പം അതെന്താണ് പൈനാപ്പിളിന്റെ സ്മെല്ലുള്ള എസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈഥൈൽ ബ്യൂട്ടനേറ്റ് എന്ന് അറിഞ്ഞിരിക്കണം. ഓറഞ്ചിന്റെ ആണെങ്കിൽ ഒക്ടൈൽ എഥനോയേറ്റ് ആണ്. അപ്പൊ അങ്ങനെ അറിഞ്ഞിരിക്കണം. അതിൽ നിന്നാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കാർബോക്സിലിക് ആസിഡ് ഏതാന്നൊക്കെ നമ്മൾ എഴുതുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് ദിസ് പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി എന്താണ് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രൊഡക്റ്റിന്റെ IUPAC നെയിം എന്താണ്? ഈഥൈൽ ബ്യൂട്ടനേറ്റ് ആണ് അല്ലെ? ഈഥൈൽ ബ്യൂട്ടനേറ്റ്. ഈഥൈൽ ബ്യൂട്ടനേറ്റ് ആണ് അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ IUPAC നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16 കേട്ടോ. 2 സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് എ ഷെൽ ആർ ഗിവൺ ബിലോ. ഒരു ഷെല്ലിന്റെ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഷെല്ലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ആൻ ആറ്റം ഫിൽസ് ഇൻ ടു ദ ഷെൽ വിത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ഈസ് ഈക്വൽ ടു 3. അതായത് ഒരു ആറ്റത്തിലെ അവസാന ഇലക്ട്രോൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ഉള്ള ഷെല്ലിലാണ് നടക്കുന്നത്. അവസാന ആറ്റം ഇല്ല, അവസാന ആറ്റം. അപ്പം 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാണ് വരുന്നത്. ഇനി ദിസ് ഷെൽ കണ്ടെയ്ൻസ് എ ടോട്ടൽ ഓഫ് 7 ഇലക്ട്രോൺസ്. 7 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഓഫ് 7 ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. 7 ഇലക്ട്രോൺ ഈ ആറ്റത്തിന്റെ ഈ ഷെല്ലിൽ ആകെ എത്രയാണ്? 7 ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. അതായത് എന്ന് പറഞ്ഞിരിക്കുന്ന 3 ഉണ്ടല്ലോ, ആ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞിട്ട് എന്നിന്റെ വാല്യൂ 3 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നിന്റെ വാല്യൂ 3 വരുമ്പോൾ അത് ഏതൊക്കെയാണ് വരുന്നത്? അവിടെ 3s വരാം, 3pയും വരാം. അപ്പൊ അവിടുത്തെ ടോട്ടൽ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 7 എന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പം ഏതൊക്കെ വരാം? എസിൽ 2 വരാം, അടുത്ത പിയിൽ 5ഉം വരാം. അപ്പൊ അതിന്റെ ടോട്ടൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും? അപ്പൊ ലാസ്റ്റ് വരുന്നത് 3s2ഉം അതുപോലെ തന്നെ 3p5ഉം വരും. അപ്പൊ അതിന് മുന്നേ എന്തൊക്കെ വരാം? 1s2 വരാം, പിന്നെ എന്താണ് 2s2 വരാം, ദെൻ 2p6 ഇല്ലേ? അടുത്ത് 3s2, 3p5. ക്ലിയർ ആണ്? ലാസ്റ്റത്തെ ഇതിൽ 7 ഇലക്ട്രോൺ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബി റൈറ്റ് ദ നെയിംസ് ഓഫ് സബ് ഷെൽസ് പ്രസന്റ് ഇൻ ദ ഷെൽ വിത്ത് n ഈസ് ഈക്വൽ ടു 2. അതായത് n ഈസ് ഈക്വൽ ടു 2 ഉള്ള ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന സബ് ഷെല്ലുകളുടെ പേരുകൾ n ഈസ് ഈക്വൽ ടു 2 വരണം. n ഈസ് ഈക്വൽ ടു 2 വരുവാണെങ്കിൽ അവിടുത്തെ സബ് ഷെല്ല് ഏതൊക്കെയായിരിക്കും? 2sഉം ഇല്ലേ? ഇവിടെ തന്നെ അറിയാം 2sഉം അതുപോലെ തന്നെയാണ് 2pയും ആണ് അവിടുത്തെ സബ് ഷെല്ല് എന്ന് പറയുന്നത്. ഇനി സി എന്താണ്? how many orientations will be there for subshell with L is equal to 1. അതായത് L is equal to 1 വരണം ഇല്ലേ? L is equal to 1 ഉള്ള സബ്ഷെല്ലിന് എത്ര ഓറിയന്റേഷൻ ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓറിയന്റേഷൻ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? M is equal to ഇല്ലേ? 2L plus 1 വെച്ചിട്ടില്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? 2 into Lന്റെ വാല്യൂ എത്രയാണ്? 1 വരും ഇല്ലേ? അപ്പം ഇത് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 1 വരും. അതായത് 2 plus 1 that is equal to 3. L is equal to 1 ഉള്ള സബ്ഷെല്ലിന് എത്ര ഓറിയന്റേഷൻ ഉണ്ടാവും? 3 ഓറിയന്റേഷൻ ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നോക്കിയേ, അതിന്റെ തന്നെ ബി പാർട്ടാണ്. അതായത് 16 ക്വസ്റ്റ്യൻ നമ്പർ 16ന്റെ ബി പാർട്ടാണ്. ഓർ ക്വസ്റ്റ്യൻ കേട്ടോ. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഹാസ് ദ ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് n is equal to 2, L is equal to 1. ഒരു ആറ്റത്തിലെ അവസാന ഇലക്ട്രോണിന് ചുവടെ നൽകിയിരിക്കുന്ന ക്വാണ്ടം നമ്പറുകളുണ്ട്. അതായത് n is equal to 2, L is equal to 1. ക്വാണ്ടം നമ്പേഴ്സ് വന്നിട്ടുണ്ട്. റെപ്രസെന്റ് ദ ഗിവൺ സബ്ഷെൽ എന്നാണ് പറഞ്ഞത്. സബ്ഷെല് റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ n ഈസ് ഈക്വൽ ടു 2 കേട്ടോ. ആദ്യമത്തെ ചോദ്യം സബ്ഷെലിനെ പ്രതിനിധീകരിക്കുകയാണ്. n ഈസ് ഈക്വൽ ടു 2 ആണ് വരുന്നത്. അപ്പൊ n ഈസ് ഈക്വൽ ടു 2 വരുവാണ്. അപ്പം എല്ലിന്റെ വാല്യൂ 1ഉം വന്നു. അപ്പൊ n ഈസ് ഈക്വൽ ടു 2 എല്ലിന്റെ വാല്യൂ 1 എന്ന് വരുമ്പോൾ n 2 വരുവാണെങ്കിൽ നമുക്ക് 2 പറയാം ഇല്ലേ? 2 എന്ന് പറയാം. അതിന് എല്ലിന്റെ വാല്യൂ 1 വരുവാണെന്നുണ്ടെങ്കിൽ അത് ഏതാണ്? പി സബ്ഷെലാണ്. അപ്പൊ 2p വരും ഇല്ലേ? സബ്ഷെലിനെ പ്രതിനിധീകരിക്കുന്നതാണ് 2p ആണ്. മനസ്സിലായല്ലോ? ഇനി ബി, ഈ സബ്ഷെല്ലിന് സാധ്യമായ ഓറിയന്റേഷനുള്ള എണ്ണം കണ്ടെത്തുക. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് ഓറിയന്റേഷൻസ് ആ സബ്ഷെൽ ഉണ്ടല്ലോ അതിന് പോസിബിൾ ആയിട്ടുള്ള ഓറിയന്റേഷൻ നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. അപ്പൊ ഓറിയന്റേഷൻ കണ്ടുപിടിക്കുന്നതാണ് MBC നമ്മൾ മുമ്പേ കണ്ട പോലെ 2L plus 1 വെച്ചിട്ടാണ് നമ്മൾ ഓറിയന്റേഷൻ കണ്ടുപിടിക്കുന്നത്. 2 into Lന്റെ വാല്യൂ 1 ആണ് വരുന്നത്. അപ്പൊ +1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 plus 1 അതായത് 3 ഇല്ലേ? ഓറിയന്റേഷൻ അപ്പൊ എത്രയാണ് വരുന്നത്? 3 ഓറിയന്റേഷൻ ആണ് വരുന്നത്. ഇനി അതിന്റെ സി പാർട്ട് എന്താണ്? വാട്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ ദ ഷെൽ വിത്ത് n ഈസ് ഈക്വൽ ടു 2. അതായത് n ഈസ് ഈക്വൽ ടു 2 ആയ ഷെല്ലിൽ ആകെ എത്ര ഓർബിറ്റൽ ആണോ ഉണ്ടാകുന്നത്? n ഈസ് ഈക്വൽ ടു 2 ആയ ഷെല്ലിൽ n സ്ക്വയർ കണ്ടെത്തിയാൽ പോരെ. അപ്പം n സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര വരും? 2 സ്ക്വയർ. n ഈസ് ഈക്വൽ ടു 2 അല്ല, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇല്ല? അപ്പം എത്ര ഓർബിറ്റൽ ഉണ്ടാവും അവിടെ? 4 ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. PVC is a widely used polymer. Starting from ethane, how will you prepare PVC? അതായത് PVC എന്ന് വെച്ചാൽ നമുക്കറിയാം പോളിമർ ആണെന്നറിയാം. ദെൻ അതെന്താണ് ഈഥൈനിൽ നിന്നും എങ്ങനെയാണ് PVC പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നെയിംസ് ഓഫ് റിയാക്ഷൻസ് ഇൻവോൾവ് ഇൻ ഈച്ച് സ്റ്റെപ്സ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യമേ നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം ഈഥൈൻ എന്നാണ് കേട്ടോ. ഈഥൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് CH ട്രിപ്പിൾ ബോണ്ട് ആണ് അല്ലെ, ട്രിപ്പിൾ ബോണ്ട് CH, ഇതാണ് ഈഥൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വേണം നമുക്ക് PVC ഉണ്ടാക്കാൻ. അപ്പൊ PVC ഉണ്ടാക്കാൻ നമ്മുടെ ക്ലോറിൻ വേണം. അപ്പൊ നമുക്ക് അവിടെ നിന്നാണ് HCl ആണ് അതിന്റെ കൂടി ആഡ് ചെയ്യുന്നത്. അപ്പൊ HCl ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ അഡീഷണൽ റിയാക്ഷൻ നടക്കും. അഡീഷണൽ റിയാക്ഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? CH2 ഇവിടെ നോക്കട്ടെ, ഇവിടെ CH2 ആവും. ദെൻ ഡബിൾ ബോണ്ട്, പിന്നെ എന്താണ് അവിടെ വരുന്നത്? CHCl വരും കേട്ടോ. CHCl വരും. മനസ്സിലായല്ലോ? CHCl വന്നു. ഇനി എന്താണ് പിന്നെ ഈ CH2 ഇല്ലേ, CH2 ഡബിൾ ബോണ്ട് CHCl ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നത്. അപ്പം അങ്ങനെ കേട്ടോ. അത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് N നമ്പർ ഓഫ് അത് റിയാക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ട് ചെയ്തിട്ടാണ് പിന്നെ എന്ത് കിട്ടുന്നത്? നമുക്ക് PVC കിട്ടുന്നു അല്ലേ. അപ്പൊ എന്താണ്? CH2 CHCl, അതായത് വിനൈൽ ക്ലോറൈഡ് CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് വെച്ചാൽ വിനൈൽ ക്ലോറൈഡ് ആണ്. ആ വിനൈൽ ക്ലോറൈഡ് പിന്നെ N നമ്പർ ഓഫ് വിനൈൽ ക്ലോറൈഡ് അവിടെ റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? PVC, അതായത് CH2 CHCl അല്ലേ. അവിടെ പോളിമറൈസേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? അഡീഷൻ. ഇവിടെ നടക്കുന്നത് എന്താണ്? അഡീഷൻ ആണ്. അഡീഷൻ രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നടക്കുന്ന എന്താണ്? പോളിമറൈസേഷൻ അല്ലെ. പോളിമറൈസേഷനും അഡീഷനും ഇവിടെ നടക്കുന്നുണ്ട്. നിർമ്മാണത്തിൽ ഓരോ ഘട്ടത്തിൽ ഉൾപ്പെടുന്ന രാസപ്രവർത്തനങ്ങളുടെ പേരുകൾ ഇതൊക്കെയാണ്. അഡീഷൻ രാസപ്രവർത്തനം, അതുപോലെ തന്നെ പോളിമറൈസേഷനും. ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 18 കേട്ടോ. 18 molecular formula of a compound is C4H10O. Which are the families of organic compounds having this molecular formula? ഈ molecular formula ഉള്ളത് ഏത് കോമ്പൗണ്ട്സിൽ വരുന്നതാണ്? ആൽക്കഹോൾ അല്ലെ. ആൽക്കഹോളും ഉണ്ട്. അതുപോലെ തന്നെ ഏതിലും വരാം? ഈതറിലും വരാം. പേരിലാണ് വരുന്ന ആൽക്കഹോൾ കേട്ടോ. ആൽക്കഹോൾ വരാം കേട്ടോ. ആൽക്കഹോൾ അല്ലെങ്കിൽ സെയിം മോളിക്കുലർ ഫോർമുല ആൽക്കഹോളിന്റെ കുറിച്ച് വരുന്ന ഈതറാണല്ലോ. അപ്പം ഈതറിലും വരാം കേട്ടോ. ഇനി write the structural formula of a pair of functional isomers having this molecular. ഈ മോളിക്കുലർ ഫോർമുല ഉള്ള ഒരു ജോഡി ഫംഗ്ഷണൽ ഐസോമറിന്റെ ഘടനാവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൊസിഷൻ ഐസോമറിന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മെറ്റാമറുകളുടെയും, അതായത് C4H10O ഈ മോളിക്കുലർ ഫോർമുല വരുന്ന ഫംഗ്ഷണൽ ഐസോമറും പൊസിഷൻ ഐസോമറും അതുപോലെ മെറ്റാമറുകളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കുക. അപ്പം C4 ഏതാണ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്? C4H10O ആണ് നമ്മുടെ മോളിക്കുലർ ഫോർമുല. അപ്പൊ അത് വരുന്നത് ആൽക്കഹോളും ഈതറും ഇല്ലേ. അപ്പം ആ ഒരു കേസിൽ നമുക്ക് എഴുതാം. അപ്പൊ നോക്കിയാൽ ആൽക്കഹോളും ഈതറും ആണെന്ന് പറയുന്നത്. അപ്പൊ ആൽക്കഹോളിന്റെ C4H10O വരുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ടോ? C4H10O വരുന്ന വന്നിട്ടുണ്ട്. അതിന്റെ കൂടത്തി ഫംഗ്ഷൻ ഐസോമർ ആകുമ്പോൾ ഏതാണ് അവിടെ വരേണ്ടത്? ഈതറാണോ വരേണ്ടത് അല്ലേ. അപ്പൊ അതാ ഈതറിന്റെ ഇത് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരു ഫോർമാറ്റിലുള്ളതും എഴുതിയിട്ടുണ്ട് കേട്ടോ, ഫംഗ്ഷണൽ ഐസോമർ. അപ്പൊ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഫംഗ്ഷണൽ ഐസോമർസത്തിൽ പെടുന്നതാണ് കേട്ടോ. ഫംഗ്ഷണൽ ഐസോമർസത്തിൽ പെടുന്നതാണ്. ഇനി അടുത്ത ഏതാണ് ചോദിച്ചിരുന്നത്? പൊസിഷൻ ഐസോമർ അല്ലെ. പൊസിഷൻ ഐസോമർ എഴുതാൻ വേണ്ടി എന്താ നോക്കിയാൽ പൊസിഷൻ അല്ലെ. പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൽക്കഹോളിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സെയിം മോളിക്കുലർ ഫോമിലാണ് വരുന്നത്. അപ്പം ഇതേതാണ്? പൊസിഷൻ കേട്ടോ. പൊസിഷൻ ഐസോമർസത്തിൽ പെടുന്നതാണ്. ഇനി ഏതാണ്? മെറ്റാമറിനെയാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത് അല്ലെ. മെറ്റാമറിന്റെ ഈതറിന്റെ വെച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. CH3 CH2O CH2 CH3 കേട്ടോ. അപ്പം അതും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതേ മോളിക്കുലർ ഫോർമുല പറഞ്ഞ മോളിക്കുലർ ഫോർമുല ഫംഗ്ഷണൽ ഐസോമർ എന്ന് പറയുമ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇതേ മോളിക്കുലർ ഫോർമുല ഫംഗ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസപ്പെടുകയാണ്. അപ്പം ആൽക്കഹോളിന്റെ കൊടുത്ത് വരുന്ന ഈതറാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈതറിന്റെ ഇത് വരുന്ന രീതിയിൽ എഴുതുക. പിന്നെ പൊസിഷൻ ഐസോമർ ആകുമ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറ്റി കൊടുക്കുക. ഇത് മോളിക്കുലർ ഫോർമുല തന്നെയാണ്, പൊസിഷൻ മാറ്റി കൊടുക്കുക. ഇനി മെറ്റാമറിന്റെ കേസിൽ വരുമ്പോഴാണെങ്കിലാണ് ഇരുവശത്തും ഇല്ല, അതായത് ഒരേ തന്മാത്ര സൂത്രം പറഞ്ഞു. അതാണ് അതിന്റെ ഇരുവശമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ വ്യത്യാസം അല്ലെ. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ വ്യത്യാസം വരുത്തി നമ്മൾ എഴുതുക. അപ്പൊ അതെന്തായിട്ട് മാറും? മെറ്റാമറിസം. അത് ഇപ്പൊ ഇതേതാണ്? മെറ്റാമറിസത്തിൽ പെടുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 18ാമത്തെ അല്ലെ. 18ാമത്തെയാണ്. C4H6 is a molecular formula of an open chain hydrocarbon കേട്ടോ. ഒരു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ തന്മാത്രവാക്യം തന്നിട്ടുണ്ട്. C4H6 ആണ്. റൈറ്റ് ദ ജനറൽ ഫോർമുല ഓഫ് ഫാമിലി ടു വിച്ച് ദിസ് ഹൈഡ്രോകാർബൺ ബിലോങ്സ്. അതായത് ഈ ഹൈഡ്രോകാർബൺ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ പൊതു സമവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
മനസ്സിലായല്ലോ. C4H6 ആണ് വരുന്നത്. അപ്പം ഏതാണ് വരുന്നത്, അതിന്റെ ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്, അപ്പൊ അല്ലെങ്കിൽ അതിന്റെ പൊതുവാക്കി നമുക്ക് എങ്ങനെ എഴുതാം, C4H6 എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, CnH6 പറഞ്ഞ അപ്പം CnH2n-2 കേട്ടോ. CnH2n-2 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ വരുന്നതാണ്. ഇനി ഈ ഹൈഡ്രോകാർബണിന് സാധ്യമായ ഘടനാവാക്യങ്ങൾ എഴുതാനാണ് ഇതിന്റെ ഘടനാവാക്യങ്ങൾ, അതായത് C4H6 പറഞ്ഞു. അപ്പൊ അതിന് പറ്റിയ രീതിയിലുള്ള ഘടനാവാക്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സംയുക്തങ്ങൾ കാണിക്കുന്ന ഐസോമർസം ഏതാന്ന് അവിടെ പറയാൻ പറഞ്ഞു. ഘടനാവാക്യം എഴുതാൻ, അതായത് C4H6 ആണ്. C4H6 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതണം. C4H6 വരുന്ന രീതിയിൽ എഴുതുക. പിന്നെ അതിന്റെ ഐസോമർസം ചെക്ക് ചെയ്ത് നോക്കുക. സംയുക്തത്തിന്റെ ഒരു തന്മാത്രയിൽ 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ ഒരു തന്മാത്രയിലൂടെ 4 ഹൈഡ്രജൻ ആറ്റങ്ങളോടെ കൂട്ടിച്ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നത്. അപ്പൊ ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ ഒരു ജോഡി ചെയിൻ ഐസോമറുള്ള ഘടനാവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് C4H6. അപ്പൊ ആദ്യമേ നമുക്ക് എന്താണ് സാധ്യമായ ഘടനാവാക്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം കേട്ടോ. C4H6 ആണ്. അപ്പൊ നമുക്ക് നോക്കാം, C4H6 അല്ലേ. അപ്പൊ C4H6 ആണ്. അത് ഏത് ഫാമിലിയിൽ വരുന്നതാണ്, CnH2n-2 വരുന്നതാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ സാധ്യമായ ഘടനാവാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പം C4H6 വരും. അപ്പൊ നോക്കുക, കാർബണാറ്റ് എന്ന് പറയുമ്പോൾ 4 കാർബണാറ്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് രീതിയിൽ എഴുതാം. ഹൈഡ്രജൻ 6 ആണ് പറഞ്ഞത് അല്ലെ. ഹൈഡ്രജൻ 6 പറഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഏത് ഇതിൽ വരുന്നതാണ്, ആൽക്കൈനിൽ വരുന്നതല്ലേ. CnH2n-2 എന്ന് വരുമ്പോ ഏതാണ്, ആൽക്കൈൻ ആണ് കേട്ടോ. ആൽക്കൈൻ വരുന്നതാണ്. അപ്പൊ ഇതാ നോക്കുക. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ബാക്കി നമുക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. അപ്പൊ ഇവിടെ CH വരും. ദെൻ ഇവിടെ C മാത്രമേ ഉള്ളൂ വരത്തുള്ളൂ. ദെൻ ഇവിടെ CH2 വരും, CH3 വരും കേട്ടോ. CnH2n-2 ആൽക്കൈൻ ഇതിൽ വരുന്നതാണ് കേട്ടോ. അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം ഒരെണ്ണം എഴുതി. ഇതേ വരുന്ന സമവാക്യം വരുന്നത് നമുക്ക് വേറെ ഒന്നും കൂടെ എഴുതാം. അതായത് ഇതുപോലെ തന്നെ 4 കാർബണാറ്റ് നമ്മൾ കൊടുക്കുക. വേറെ എവിടെയെങ്കിലും ഒരു ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുക. ഇവിടെ കൊടുക്കുക, ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ CH3 വരും. ഇവിടെ ഓൾറെഡി ഫില്ലായി, ഇവിടെയും ഫില്ലായി. പിന്നെ ഇവിടെ CH3. മനസ്സിലായല്ലോ. അപ്പം ബി പാർട്ട് നമ്മൾ എഴുതി. സി പാർട്ട് എന്തായിരുന്നു ചോദിച്ചിരിക്കുന്നത്, ഈ സംയുക്തങ്ങൾ കാണിക്കുന്ന ഐസോമർസം ഇത് കണ്ടില്ലേ. ഇപ്പൊ നമ്മൾ എഴുതി ഐസോമർസം ഏത് ഐസോമർസത്തിലാണ് വരുന്നത്, പൊസിഷൻ എല്ലാം ചേഞ്ച് ചെയ്ത്. അപ്പം ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പൊസിഷനാണ്, ട്രിപ്പിൾ ബോണ്ട് ആണ് ചേഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏത് ഇതിൽ വരുന്നതാണ്, പൊസിഷൻ ഐസോമർസത്തിൽ വരുന്നതാണ്. മോൾക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ എന്താണ് ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തത്. അതുകൊണ്ട് പൊസിഷൻ ഐസോമർസത്തിൽ പെടുന്നതാണ് ഇത് കേട്ടോ. ഇനി എന്താണ് ഡി പറഞ്ഞിരിക്കുന്നത്, 4 hydrogen atoms are added to a molecules of this compound. Write the structure formula. 4 എന്താണ് C4H6 ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ എന്താണ് 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ ഒരു ജോഡി ചെയിൻ ഐസോമർ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് C4H6 അല്ലേ. C4H6ന്റെ അടുത്ത് 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ വരുമ്പോൾ എന്തായിട്ട് വരും, C4H 10 ഇല്ല, C4H10 ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ ഘടന വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചെയിൻ ഐസോമറുകളുടെ ഘടന വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 4 കാർബണാറ്റ് അവിടെ വന്നു കേട്ടോ. 4 കാർബണാറ്റ് അവിടെ വന്നു. ഹൈഡ്രജൻ 10 പറഞ്ഞു അല്ലെ. ഹൈഡ്രജൻ 10 പറഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാമല്ലോ. അതാ ഇവിടെ CH3 വരും. അതാ ഇവിടെ ഏതാണ് CH2. നമ്മൾ എഴുതുവാണെങ്കിൽ CH2. അതാ ഇവിടെ CH2 വരും. ഇവിടെ CH3 വന്നല്ലോ. 10 ഹൈഡ്രജൻ ആയില്ലേ. 3 2 5 5 2 7 3 10 ആയി. ചെയിൻ ഐസോമർസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് ഒരു ബ്രാഞ്ച് കൊടുക്കുക. അപ്പൊ CH3 ഇതാ ഇവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കാം അല്ലെ. ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുത്തു. ദെൻ CH3. അപ്പം ചെയിൻ ഐസോമർസത്തിന്റെ കേസിൽ വായി. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതൊക്കെ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു കൊണ്ടല്ലോ CnH2n-2 ആണെങ്കിൽ ആൽക്കൈൻ ആണെന്നുള്ളൊരു ഫാമിലിയിൽ വരുന്നതാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ട് നോക്കുക. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് ഓണപരീക്ഷയുടെ ടേം 1ന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. ക്വസ്റ്റ്യൻസുകളൊക്കെ കണ്ടപ്പോൾ ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ടഫ് ഒന്നുമല്ല. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലാണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെയായിരിക്കും മുന്നോട്ടും വരുന്നത്. കാരണം കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതുകൊണ്ട് ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെയൊക്കെ തന്നെയായിരുന്നു വന്നിരുന്നത്. അപ്പം ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി നിങ്ങൾ പഠിക്കുക. അതനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക കേട്ടോ.
അപ്പോൾ ഓൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻസുകളുടെ ആൻസേഴ്സുകൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കോട്ടെ, കമന്റ് ബോക്സിൽ ചോദിക്കാം, വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യട്ടെ. നമ്മൾ ഇപ്പൊ ഈ ഒരു ആൻസേഴ്സ് നമ്മൾ ചെയ്തിരിക്കുന്ന നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കാണുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.